കോമഡി നിറഞ്ഞ റീലുകൾ ചെയ്ത പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു ചെറുപ്പക്കാരൻ. പിന്നീട് അഭിമുഖങ്ങളിലൂടെ നമ്മൾ അറിയുന്നത് ആ ചെറുപ്പക്കാരൻ ഒരു മെർച്ചന്റ് നേവിക്കാരനായിരുന്നുവെന്നും സ്ഥിര വരുമാനത്തിൽ നിന്നും അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം അദ്ദേഹം പ്രേക്ഷകരുടെ ഇലയിലൊക്കെ കാണിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ആ ജോലിയിൽ നിന്ന് മാറിയത് എന്ന് മനസ്സിലാക്കി. ഇത് പറഞ്ഞു വന്നത് അഖിൽ NRD എന്ന് എല്ലാവരും വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ താരത്തെക്കുറിച്ച് തന്നെയാണ്. ഈ യൂട്യൂബറെ കുറിച്ചുള്ള ചർച്ചകൾ വളരെയധികം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുകയാണ്. വർഷങ്ങളോളം പ്രണയിച്ച് വിവാഹം ചെയ്ത ജീവിത പങ്കാളി ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നത് തന്നെയാണ് സത്യം. വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് അഖിൽ. പക്ഷേ തനിക്ക് കോണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്നും സിനിമയിൽ അഭിനയിക്കണമെന്നതൊക്കെയായിരുന്നു ആഗ്രഹം. പഠനം പൂർത്തിയായപ്പോൾ മെർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായി ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. പക്ഷേ തൻ്റെ പാഷനെല്ലാം തിരിച്ചറിഞ്ഞ അഖിൽ ജോലി വേണ്ടെന്ന് വെച്ച് കോണ്ടന്റ് ക്രിയേഷനിലേക്ക് തിരിഞ്ഞു. ടിക്ടോക്ക് വീഡിയോയിലൂടെയായിരുന്നു തുടക്കം. പിന്നീട് ഇൻസ്റ്റഗ്രാം റീലും, മോജ് റീലും, യൂട്യൂബ് എന്നിങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമുകളിലായി അഖിൽ തൻ്റെ അവസരങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. കൂടുതൽ ആളുകളെ ചിരിപ്പിക്കുന്ന വിധം കോമഡി റീലുകൾ തന്നെയായിരുന്നു അഖിലിൻ്റെ പക്കൽ നിന്നും നമുക്ക് ആ വീഡിയോ ചാനലിലൂടെ കാണാൻ സാധിക്കുന്നതും ഇതുവരെ ആസ്വദിച്ചിട്ടുള്ളതും. തുടക്കത്തിൽ കുറച്ചൊക്കെ പരിഹാസങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വന്നപ്പോഴും അതെല്ലാം തനിക്കൊരു പ്രചോദനമായി മുന്നിൽ കണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു അഖിൽ എന്ന ചെറുപ്പക്കാരൻ. തകർച്ചകളിൽ തനിക്കൊപ്പം സുഹൃത്തുക്കളും കുടുംബവും കൂടെ നിന്നിട്ടുണ്ടെന്ന് അഖിൽ പറയുന്നു. സിനിമകളും സീരിയലുകളിലും ഒന്നും തന്നെ ചെയ്യാതെ അഖിലിനെ തേടി ആരാധകർ അത്രയും എത്തുകയുണ്ടായി. അത്രയും രസകരമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മൂവി പ്രൊമോഷൻ വീഡിയോകളിലും അഖിലിന് താല്പര്യങ്ങൾ നൽകി. അതിനിടയിലായിരുന്നു വിവാഹവും, അതും ഒരു പ്രണയ വിവാഹം. വിവാഹത്തിന് ശേഷമാണ് സിനിമയിലേക്കുള്ള അഖിലിൻ്റെ അരങ്ങേറ്റം. ജയറാമും കാളിദാസ് ജയറാമും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ആശകളായിരം എന്ന ചിത്രങ്ങളിൽ നല്ലൊരു വേഷം ചെയ്തതുകൊണ്ട് തുടക്കം കുറിച്ചു. അതിനുശേഷമാണ് മഹാരാജ ഹൗസിൽ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായും അവസരം ലഭിച്ചത്. സിനിമയിൽ അങ്ങനെ സജീവമാകുന്നിടയിൽ തന്നെയായിരുന്നു ഈ സ്വകാര്യ ജീവിതം വീണ്ടും ചർച്ചയാകുന്നതെന്ന് കൂടി പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ വൈറലാവുകയാണ്. കുടുംബത്തിന്റെ പിന്തുണ തന്നെയാണ് അഖിലിന്റെ ഈ ഒരു കരിയറിന് കാരണമെന്ന് പറയാം. മെർച്ചന്റ് നേവി ഉദ്യോഗസ്ഥൻ ജോലി ഉപേക്ഷിച്ച് ഇവിടേക്ക് തിരികെ എത്തുമ്പോൾ അത് വളരെയധികം സങ്കടകരമായ കാര്യമായിട്ട് പലരും കാണുന്നു. എന്നാൽ ഒപ്പം നിന്ന് കുടുംബത്തിന് തന്നെയാണ് നന്ദി എന്ന് അഖിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അഖിലിന്റെ വാക്കുകൾ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് കൂട്ടിച്ചേർക്കാം. ആരാധകരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് ഏറ്റെടുത്തുകൊണ്ട് പറയുകയും ചെയ്യുന്നതെന്ന് കൂടി പറയാം. പ്രേക്ഷകരെല്ലാവരും വളരെയധികം പ്രീതിയോടെയാണ് ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുന്നത്. അഖിൽ എന്ന ചെറുപ്പക്കാരനോടുള്ള ഇഷ്ടമാണ് പ്രേക്ഷകർ അറിയിക്കുന്നത്. ഓരോ തവണയും ആ ഇഷ്ടം പല രീതിയിലാണ് പ്രേക്ഷകർ ഇവിടെ എത്തിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും വളരെയധികം സ്നേഹത്തോടെ ഇക്കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഇപ്പോൾ അഖിലിനെക്കുറിച്ചും അഖിലിൻ്റെ ജോലിയെക്കുറിച്ചും പറയുന്നുണ്ട്. മെർച്ചന്റ് നേവി ജോലി തന്നെ ആയിരുന്നില്ലേ നല്ലത് മോനെ? കോണ്ടന്റ് ക്രിയേഷനൊക്കെ എത്ര നാൾ നിൽക്കാനാണ്? ഹൈലി കോമ്പറ്റീഷനുള്ള ഫീൽഡല്ലേ? ഇങ്ങനെ പറയുന്നവരുമുണ്ട്. എന്നാൽ മെർച്ചന്റ് നേവി പോലും ഉപേക്ഷിച്ച് സിനിമയ്ക്ക് വേണ്ടി റീലുകൾ ചെയ്ത അഖിൽ എന്ന വ്യക്തി തന്നെയാണ് ഞങ്ങളുടെ ഹീറോ എന്ന് മറ്റു ചിലരും പറയുന്നു. ഇത്തരം ഭൂരിഭാഗമുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ അഖിലിന് ചുറ്റും വരുന്നത്. എന്തായാലും പോസിറ്റീവ് കമന്റുകൾ തന്നെയാണെന്ന് പറയാം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.